കച്ചൈത്തെ ദ്വീപ് വിഷയമുയർത്തി കോൺഗ്രസിനും DMK-ക്കുമെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് BJP. കച്ചൈദ്വീപിന് ഒരു പ്രാധാന്യവുമില്ല എന്ന നിലപാടാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സ്വീകരിച്ചതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ പ്രതികരിച്ചു. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മറക്കുകയാണെന്ന് BJP എന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി. ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ കച്ചത്തീവ് വിഷയം സജീവ ചർച്ചയാക്കാനാണ് BJP നീക്കം. ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് കൈമാറിയ നടപടിക്ക് എതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ കൂടുതൽ പ്രതികരണവുമായി BJP രംഗത്ത്. കച്ചത്തീവ് വിഷയം പാർലമെന്റിൽ ഉയർത്തുന്നതിനെതിരായിരുന്നു നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എന്ന് S. ജയശങ്കർ പ്രതികരിച്ചു. ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ തമിഴ്നാടിനോട് നിലപാട് തേടി. അന്ന് ഒന്നും ചെയ്യാത്ത DMK-യുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കരുണാനിധി ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് 6184 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക പിടികൂടിയത് എന്നും വിദേശകാര്യ മന്ത്രിയുടെ വിമർശനം. We have repeatedly, this issue, Kachativu issue and the fishermen's issue, has been repeatedly raised. The Congress and the DMK have approached this matter as though they have no responsibility for it. In the last 20 years, 6,184 Indian fishermen have been detained. BJP നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കടന്ന തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ പ്രതികരിച്ചു. 6 ലക്ഷം തമിഴർക്ക് പൗരത്വം നൽകിയ ഉടമ്പടി BJP മറച്ചുവെക്കുന്നതായി കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, ദില്ലി.